ഫ്രണ്ട്സ്, ഓൺലൈൻ ക്ലാസ്സിൽ ഡെഡായി പോയ ഒരു ടാബാണിത്. നിങ്ങളുടെ വീട്ടിലും ഇതേപോലൊരു ടാബ് കാണാം. ഇന്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടാബുകൾ പെട്ടെന്ന് ഡെഡായി പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നമുക്കിതെങ്ങനെ സിമ്പിളായി വീട്ടിൽ വെച്ച് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അമേരിക്കൻ സാധനമാണ്. നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. പൊളിക്കുന്ന മുമ്പായിട്ട് സൈഡിൽ സ്ക്രൂ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ വളരെ സമാധാനവും വേണം. അധികം ബലം കൊടുക്കാതെ ചെറിയ ബലം മാത്രം കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ സാധനം പോലെയല്ല, അമേരിക്കൻ സാധനം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയോടെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററിയുടെ പവർ വരുന്നത് ഈ കേബിൾ വഴിയാണ്. നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാനെന്നുള്ളത് സാധനം ഓൺ ആവുന്നില്ല, അതാണ് പ്രോബ്ലം. ക്ലാസ് നടന്നു വരുന്നപ്പോൾ ഓഫായി പോയതാണ്. ഈ സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത്. പവർ, വോളിയം അപ്പ്, വോളിയം ഡൗൺ. നമ്മുടെ മുകളിലത്തെ ടച്ച് പാഡിൻ്റെ സ്ട്രിപ്പാണ് ഇതായി കാണുന്നത്. ഇതാണ് ക്യാമറ. ഈ ചെറിയ സ്പീക്കറിൽ നിന്നാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നതാണ് സ്പീക്കർ. റിംഗറാണിത്. ഈ റിംഗറിൽ നിന്നാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത്. നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് ഓണാക്കാമെന്ന് നോക്കാം. ഈ റെഡ് കേബിളാണ്. റെഡും ബ്ലാക്കും ആണ് ഇതിൻ്റെ മെയിൻ കേബിൾ. പോസിറ്റീവ്, നെഗറ്റീവ്. നമ്മളത് രണ്ടും ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ടാബിലും ഇതേപോലെ പൊളിക്കുമ്പോഴത്തേക്കും നെഗറ്റീവും പോസിറ്റീവും കാണും. ഒരു റെഡും ബ്ലാക്കും ഇത് തമ്മിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യുക. ചാർജ് വെച്ച് നോക്കാം. പവർ കുറവായിരുന്നു. ഇല്ല, 45% പവറുണ്ട്.
സാധനം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഈ രണ്ട് കേബിളും റെഡും ബ്ലാക്കുമായിട്ട് ഒന്ന് ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം നമ്മൾ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതങ്ങ് മാറിക്കിട്ടും. എന്തെങ്കിലും ചെറിയ ഷോർട്ടിലോ അങ്ങനെ എന്തെങ്കിലും നിന്നാൽ പൂർണ്ണമായിട്ടും അതങ്ങ് മാറിക്കിട്ടും. മെയിനായിട്ട് വേണ്ടത് സമാധാനമാണ്. സമാധാനമായിട്ട് പൊളിക്കുക, അതേപോലെ തന്നെ സമാധാനമായിട്ട് വെക്കുകയും ചെയ്യുക. അത് ബാക്ക് അടപ്പിട്ട് അടയ്ക്കുക. വീട്ടിലും ഇതേപോലെ ടാബ് ഓഫ് ആയിരിപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏത് കമ്പനിയാണെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കമന്റ് ബോക്സ് വഴി നമുക്ക് നോക്കാം. നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.